ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എയർ ലെയറിംഗ് ആണ്. എയർ ലെയറിങ്ങിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മാവാണ്. എയർ ലെയറിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. എയർ ലെയറിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫലവൃക്ഷം, അത് കായ്ച്ചു തുടങ്ങിയൊരു ഫലവൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ശാഖകളിൽ നിന്നൊക്കെ വേര് ഉൽപ്പാദിപ്പിച്ച് വേറൊരു തൈയാക്കി എടുക്കുന്ന പ്രക്രിയയാണ് ഇത്. ഈ ഫലവൃക്ഷം അടുത്ത വർഷം കായ്ക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തൈയും കായ്ക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു പരീക്ഷണമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇത് ചെയ്യാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും സേഫായിട്ടുള്ളൊരു കമ്പാണ്. എനിക്ക് ഒരു ഏണിയിൽ കയറി നിന്ന് സേഫായിട്ട് നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു കമ്പാണ് എടുത്തിരിക്കുന്നത്. അതിനായി ഈ ഒരു കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കമ്പിനകത്ത് 2 വളയങ്ങൾ ഇടണം. ആദ്യമേ 2 കത്തി കൊണ്ട് 2 വളയങ്ങൾ, തൊലി ഇതാകുന്ന 2 വളയങ്ങൾ ഇടണം. ആ വളയത്തിന് നടുക്കുള്ള തൊലി നമ്മൾ ഇളക്കി കളയണം. മൂത്ത കമ്പാകുമ്പോഴാണ് ഇത് പെട്ടെന്ന് വേര് വരാൻ നല്ലത്. കുറച്ച് മൂത്ത കമ്പാണ്. മൂത്ത കമ്പായതുകൊണ്ട് തൊലിക്ക് അതുപോലെ കട്ടിയും വരുന്നുണ്ട്. വട്ടത്തിൽ ഇത് മുറിവിട്ടിട്ട് അതിൻ്റെ അകത്തുള്ള തൊലി ശരിക്ക് കളയണം. അതിൻ്റെ അകത്തുള്ള തൊലി കളഞ്ഞിട്ട് ഞാൻ മരത്തിൽ നിന്ന് തന്നെ ഒരു കൈ കൊണ്ട് കട്ട് ചെയ്യുന്ന, ഒരു കൈ കൊണ്ട് ക്യാമറയും ഫോൺ പിടിച്ചിരിക്കുന്ന കാരണമാണ് ഈ ഫോക്കസിങ്ങും തന്നെയൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഈ ഒരു പണി മാത്രമേ കുറച്ച് ഹാർഡായിട്ടുള്ളത് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് അത്ര എളുപ്പമായിട്ടാണ് തോന്നിയത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നും എനിക്കറിയില്ല. ഞാനൊരു പരീക്ഷണമായിട്ടാണ് ചെയ്യുന്നത്. സൈഡിൽ കാണുന്ന തൊലിയെല്ലാം പോകണം. അത് കറക്റ്റ് വെള്ളം മാത്രം വന്നിട്ട് അതൊന്ന് ചുരണ്ടി ക്ലിയർ ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ റൂട്ടിംഗ് ഹോർമോണും ചേർക്കണം. റൂട്ടിംഗ് ഹോർമോണായിട്ട് കറ്റാർവാഴയാണ് തേക്കുന്നത്. കറ്റാർവാഴ ജെല്ല്, നമ്മൾ കറ്റാർവാഴ വരച്ചത് ജെല്ലിലാണ് തേക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് തേൻ ചേർക്കാം. അല്ലാതെ നമ്മൾ റൂട്ടിംഗ് ഹോർമോണായിട്ടുള്ള രാസവളങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ചുരണ്ടി ക്ലിയർ ചെയ്ത് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്തൊരു ചകിരിസ്റ്റോർ കമ്പോസ്റ്റോ ചകിരിച്ചോറോ എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മണ്ണോ ചാണകപ്പൊടിയോ എല്ലാമായിട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതൊരു കവറിൽ നിറച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. ടൈറ്റ് ചെയ്തിട്ട് ഇത് ഹോർമോൺ, നമ്മൾ റൂട്ടിംഗ് ഹോർമോണായിട്ട് കറ്റാർവാഴ തേക്കുന്നതാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒന്നില്ലെങ്കിൽ ഇതിപ്പോൾ 2 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് നിറച്ച് അതിൻ്റെ നടുക്ക് കട്ട് ചെയ്തിട്ട് ആ ഫുൾ കവർ ചെയ്യുന്ന ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് താഴെ ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് നിറച്ചിട്ട് മേളിലും കെട്ടുന്ന രീതിയിലും ചെയ്യാം. നമുക്കിത് പല രീതിയിലും ചെയ്യാം. ഈ വശം തുറന്ന് വെച്ച് വരുന്ന വശമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 2 കൈയും കൊണ്ട് വേണം. അത് കാരണം ഞാൻ ഫോൺ താഴേക്ക് കൊടുത്തിട്ട് താഴെ നിന്നാണ് എടുക്കുന്നത്. ആ മേളിൽ ആ പോർഷൻ നമ്മൾ കൈ കൊണ്ട് വലിച്ചൊന്നും കൂടെ കീറിയിട്ട് ആ ഫുൾ കവറിങ്, അതായത് നമ്മൾ കട്ട് ചെയ്ത പോർഷനിൽ ഫുൾ കമ്പോസ്റ്റ് കവറിങ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത് ചെയ്ത് അങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളിത് മുഴുവൻ കെട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ മഴക്കാലത്താണ് ഇത് കൂടുതലും ചെയ്യേണ്ടത്. മഴക്കാലത്താകുമ്പോൾ നമ്മൾ അത്യാവശ്യം വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യം വരുന്നില്ല. വേനൽക്കാലത്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 1.5 മാസം എടുക്കും വേര് വരാനായിട്ട്. അറിയില്ല ചെയ്ത് വിജയമാണോ ഇതാണോ എന്നറിയില്ല. നമ്മളെന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സജഷൻസും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കയർ ഉപയോഗിച്ച് കെട്ടാം, അല്ലെങ്കിൽ വയർ ടാഗ് ഉപയോഗിച്ച് കെട്ടാം, അല്ലെങ്കിൽ ഇതേപോലെ നല്ല മുറുക്കി വേണം കെട്ടാനത്.
ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതിപ്പോൾ നമുക്ക് എന്തായാലും അപ്ഡേറ്റ്സ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. ഇത് കെട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ മേളിൽ എങ്ങനെ ഇരിക്കുമെന്നും കൂടെ ഒന്ന് വീഡിയോസ് കാണിച്ചു തരാം. പിന്നെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ നമുക്കൊരു മാസത്തിനുള്ളിൽ വരാം. എന്താകുമെന്ന് എനിക്കറിയത്തില്ല. വിജയിക്കുകയോ സക്സസ് ആകുമോ ഫെയിലാകുമോ എന്നൊന്നും അറിയത്തില്ല. മേളിൽ നിന്ന് കിട്ടുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വെള്ളം വീഴരുത്.